അപ്പൂസ് കരഞ്ഞോണ്ടേയിരിക്കണല്ലോ. എടാ അപ്പൂസേ കരയല്ലടാ, ഇവിടെ നോക്ക്. അയ്യോ, ഉറങ്ങി എണിച്ചത് മുതലേ ഒരേ കരച്ചില്ല. എന്താടാ അപ്പൂസേ, അമ്മയ്ക്ക് അവിടെ പണിയുണ്ടടാ. നീ ഇവിടെ മിണ്ടാതെ കരയാതെ കളിച്ചാലല്ലേ അമ്മയ്ക്ക് പോയി പണി ചെയ്യാൻ പറ്റുള്ളൂ. ആ എടുക്കെന്നും പറഞ്ഞാ ഞാൻ എന്താടാ ചെയ്യാ? നിന്നെ എടുത്തോണ്ട് എങ്ങനെയാ പണി ചെയ്യാ? ഇതോ ഇപ്പൊ നിന്റെ ചേച്ചി സ്കൂള് കഴിഞ്ഞ് വരും. വന്നതും അമ്മ വിശക്കണമെന്നും പറഞ്ഞ് അവള് കരച്ചിൽ തുടങ്ങും. അപ്പോഴേക്കും അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി വെക്കണ്ടേ? അയ്യോ, ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന എങ്ങനെയാ പണി ചെയ്യാ? ആ അപ്പൂസേ, ഇന്നാ ഇവിടെ നോക്ക് ബലൂണ്. ഇത് കണ്ടോ ബലൂണ്, കളർ ബലൂണ്. ആ ബലൂണാടാ തങ്കോ. ഇവിടെ നോക്ക്, ചുവപ്പ്, നീല, മഞ്ഞ, പച്ച, 4 ബലൂൺ ഉണ്ട്. എല്ലാം എന്റെ അപ്പൂസിനാണ്. ഇന്നാ ഈ ബലൂണ് വെച്ച് കളിക്കി. ഓ എന്റെ അമ്മോ, കരച്ചിൽ നിർത്തിയല്ലോ. ആ അപ്പൂസ് ഇങ്ങനെ ബലൂണും വെച്ച് കളിച്ചോണ്ടിരിക്കട്ടാ. അമ്മ ഇപ്പൊ വരാം. അത് ശരി, നിന്റെ പണിയാണോ? നീ സ്കൂൾ കഴിഞ്ഞ് വന്നതും തുടങ്ങിയോ? റിയ, നിന്റെ ബലൂണൊക്കെ തന്നെയാ. പക്ഷെ അപ്പൂസ് കരയണെന്നും പറഞ്ഞ് ഞാൻ അവന്റെ കൈ കൊടുത്തതാ. നീ വന്നതും അവന്റെ കയ്യിൽ നിന്ന് ബലൂൺ മേടിച്ചോ? അതാണ് അവൻ കരയണ്. അവന്റെ കയ്യിൽ കുറച്ച് കൊടുക്ക്. ശരി റിയ, നിന്റെ തന്നെയാണ്. അവൻ കരച്ചിൽ നിർത്തുന്ന വരെ കുറച്ചു നേരം അവന്റെ കൈ കൊടുക്ക്. അവൻ കരച്ചിൽ നിർത്തിയ ശേഷം ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം. പൊട്ടിക്കില്ല റിയ, ഇത്ര നേരം അവനല്ലേ വെച്ച് കളിച്ചത്. അവൻ പൊട്ടിച്ചില്ലല്ലോ. കുറച്ചു നേരം കൊടുക്ക്, എന്നിട്ട് ഞാൻ വാങ്ങിച്ചു തരാം. റിയ, അപ്പൂസ് കരയണ കണ്ടില്ലേ? കുറച്ചു നേരം കൊടുക്ക് റിയ. റിയ, അപ്പൂസ് കരയണ കണ്ടില്ലേ? കുട്ടി കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണോ നിങ്ങൾ തരില്ലെന്നും പറഞ്ഞ് വാശി പിടിക്കണേ? ഇപ്പൊ മര്യാദയ്ക്ക് ബലൂൺ കൊടുത്തോ, ഇല്ലെങ്കിൽ നല്ല 4 തല്ല് വെച്ച് തരും ഞാന്. എടി ഐഷു, എന്താ ഇവിടെ ഒരേ ബഹളം? അയ്യോ ശരി, പോട്ടെടാ. ഇതിനാണോ നീ കരയുന്നത്? അപ്പൂസ് കരഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് അമ്മ ബലൂൺ എടുത്ത് അവന്റെ കൈ കൊടുത്തിട്ടുണ്ടാവും. അയ്യോ അതേ ശിവേട്ടാ, അവൻ ഒരേ കരച്ചിലായിരുന്നു. അതുകൊണ്ട് അവൻ കരച്ചിൽ നിർത്താൻ വേണ്ടിട്ട് ബലൂൺ എടുത്ത് അവന്റെ കൈ കൊടുത്തതാ. അവൻ ആ ബലൂൺ നോക്കി കളിച്ചോണ്ടിരുന്നതാ. ഇവള് സ്കൂള് വിട്ട് വന്നത് അവന്റെ കയ്യിൽ നിന്ന് ആ ബലൂൺ വാങ്ങിച്ചു. അവനിപ്പോ ഒരേ കരച്ചില ബലൂൺ വേണമെന്നും പറഞ്ഞ്. അവളാണെങ്കിലോ കുറച്ചു നേരം കൊടുക്കാൻ പറഞ്ഞാലും കൊടുക്കുന്നില്ല. എടാ അമ്മൂസേ, എന്താടാ ഇത്? ഉണ്ണിക്കുട്ടൻ കരയല്ലേ? ഒന്ന് ബലൂൺ കൊടുക്കടാ. ശരി, കുഴപ്പമില്ലടാ. കുറച്ചു നേരം കൊടുക്ക, അവൻ കളിച്ചിട്ട് തരുമല്ലോ. എടാ അമ്മ, അവൻ പൊട്ടിക്കില്ല. ഇനിയിപ്പോ അവൻ പൊട്ടിച്ചാലും കുഴപ്പമില്ല. അവൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ അച്ഛൻ നിനക്ക് വേറെ ബലൂൺ വാങ്ങിച്ചു തരാ. അവൻ കരയല്ലേ? കുറച്ചു നേരം അവന്റെ കൈ കൊടുക്കടാ. അമ്മൂസേ, അവിടെ നോക്ക്, അവൻ നിന്റെ അനിയനല്ലേ? പാവം എങ്ങനെ കരയണ കണ്ടില്ലേ? റിയ കുട്ടി നല്ല കുട്ടിയല്ലേ? ഇങ്ങനെയാണോ അനിയനെ കരയിപ്പിക്കണ്? അമ്മൂസേ, ഇവിടെ നോക്ക്, എന്റെയാണ് നിന്റെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അച്ഛൻ വാങ്ങിച്ചു തരുന്ന എല്ലാ സാധനവും നിങ്ങൾ രണ്ടുപേർക്കും കൂടെ ഉള്ളതാണ്. ഇങ്ങനെ രണ്ടുപേരും വാശി പിടിച്ചാലേ പിന്നെ അച്ഛൻ ഒരു സാധനം വാങ്ങിച്ചു തരില്ല. അമ്മൂസേ, ഉണ്ണിക്കുട്ടി കരയല്ലേ? ബലൂൺ അവന്റെ കൈ കൊടുക്ക്.
ആ ശരിയടാ അമ്മൂസേ, ഈ ബലൂൺ അമ്മ പൊട്ടിച്ചാലേ അപ്പൂസിനും അമ്മൂസിനും കൂടെ അച്ഛൻ വേറെ ബലൂൺ വാങ്ങിച്ചു തരാം. പക്ഷെ ഇനി ഒരു സാധനവും നീ ഉണ്ണിക്കുട്ടനെ കൊടുക്കില്ല എന്ന് പറയാൻ പാടില്ല. രണ്ടുപേരും കൂടെ ഒരുമിച്ച് കളിക്കണം. എന്നാലേ അച്ഛൻ ഇനി കുറെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു തരുവുള്ളൂ. അല്ലാതെ നീ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചാ പിന്നെ രണ്ടുപേർക്കും ഒരു കളിപ്പാട്ടവും അച്ഛൻ വാങ്ങിച്ചു തരില്ല. ആ രണ്ടുപേരും കൂടെ പിണങ്ങാതെ കളിച്ച അച്ഛൻ കളിപ്പാട്ടം വാങ്ങിച്ചു തരും, ഇല്ലെങ്കിൽ വാങ്ങിച്ചു തരില്ല. ആ ശരി, എന്നാ ഇപ്പൊ ഉണ്ണിക്കുട്ടൻ കരയല്ലേ, ഈ ബലൂൺ അവന്റെ കൈ കൊടുക്ക്. ശിവേട്ടാ, കുഴപ്പമില്ലല്ലോ. നിങ്ങൾ പറഞ്ഞത് കേട്ട് റിയ കുട്ടി അവന്റെ കയ്യിൽ ബലൂണ് കൊടുത്തല്ലോ. ഞാൻ വിചാരിച്ചു അവൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അവൻ എപ്പോഴും കരയിപ്പിക്കുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞത് അവൾക്ക് മനസ്സിലായി. ഇനി ഉണ്ണിക്കുട്ടനെ കരയിപ്പിക്കില്ല, അവന്റെ കൂടെ പിണങ്ങാതെ കളിക്കാന്ന് പറയുന്നുണ്ടല്ലോ. അത് അങ്ങനെയാ ഐഷു, കുട്ടികൾക്ക് മനസ്സിലാവില്ല എന്ന് നമ്മളെ വിചാരിക്കാൻ പാടില്ല. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്താ അവർക്ക് മനസ്സിലാവും. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ പറയുന്ന പോലെ പറഞ്ഞപ്പോ റിയ കുട്ടി മനസ്സിലാക്കി. ഇനി അപ്പൂസിന്റെ കൂടെ പിണങ്ങാതെ കളിക്കാന്ന് പറഞ്ഞില്ലേ. ഇനി അവള് എല്ലാ കളിപ്പാട്ടവും അനിയന് കൊടുക്കും, രണ്ടുപേരും പിണങ്ങാതെ കളിക്കും. ആ രണ്ടുപേരും കൂടെ പിണങ്ങാതെ ഇതുപോലെ ഒരുമിച്ച് കളിച്ചാ സന്തോഷം തന്നെ. അമ്മ, ഇനി ഞാൻ അപ്പൂസിയെ കൊണ്ട് പിണങ്ങില്ല. അവൻ എന്റെ ഉണ്ണിക്കുട്ടനല്ലേ. ഇനി ഞാൻ അവന്റെ കൂടെ പിണങ്ങാതെ എല്ലാ സാധനങ്ങളും അവന് കൊടുക്കും. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കളിക്കും. ആ ശരിയാടാ അമ്മൂസേ. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം. വീഡിയോ എങ്ങനെയുണ്ടെന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം. വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. റിയ കുട്ടി നിങ്ങളെ കാണേ